ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ കേക്കാണ് കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാന്റ കേക്കാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ഐസിംഗ് ആണ് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഞാനിവിടെ ആദ്യം റെഡിയാക്കിയിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുൻപ് 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓവനിലും ഇല്ലാത്ത രീതിയിലും എല്ലാ രീതിയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ 1 kg വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു 4 മുട്ട 1 കപ്പ് മൈദയും വരുന്ന രീതിയിലുള്ള ഒരു സ്പോഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവറിലാണ് കൊടുത്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ സ്പോഞ്ച് കേക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും ഒന്ന് ചൂടൊക്കെ ആറാൻ വേണ്ടി 2 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്യുകയും ചെയ്യരുത്, ഐസിങ് ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കേക്ക് ശരിക്കും ചൂടൊക്കെ ആറി വന്നതിന് ശേഷം ഞാനിപ്പോൾ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 3-4 കാരണം കുറച്ച് മതിയെങ്കിൽ 4 ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇതിലേക്കുള്ള ക്രീമിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ക്രീം എടുക്കുമ്പം എപ്പോഴും ഇതുപോലെ നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തിരിക്കുന്ന ക്രീം തന്നെ എടുക്കുക. ഫ്രീസറിൽ വെച്ചിട്ട് തണുത്തതല്ല, ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിരിക്കുന്ന കട്ടയില്ലാത്ത ക്രീം കേട്ടോ. ഞാനിപ്പം ഈ ഒരു കേക്കിലേക്കായിട്ടൊരു 2 കപ്പ് എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് കുറച്ചൊരു ക്രീം കൂടുതൽ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് എടുക്കുക. നമ്മളെ കയ്യിലുള്ള ക്രീമിനനുസരിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ക്രീം എപ്പോഴും നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ സ്പാച്ചിലയിൽ എടുത്തിട്ട് ഇങ്ങ് താഴേക്ക് ആക്കുന്ന സമയത്ത് പോവാത്ത രീതിയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ മതിയാകും. ഇനിയിപ്പോൾ ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം ബോർഡിലേക്ക് ഒരു ഇത്തിരി ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പീസ് കേക്ക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് തെന്നിപ്പോവാതെ കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന് മേലേക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. എന്തൊക്കെയാണ് അതിലുള്ളത് എന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഷുഗർ സിറപ്പ് ആക്കിയിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവും. സാധാരണ നമ്മൾ ചെയ്യുന്ന ഷുഗർ സിറപ്പിലേക്ക് ഒരു ചൂടാറിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ടുള്ള സിറപ്പാണ് ഇട്ടത്, കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീമാക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് എപ്പോഴും കേക്കിന് ചെറിയൊരു നനവ് ഉണ്ടായിരിക്കണം കേട്ടോ. എന്നാലാണ് കേക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും സോഫ്റ്റൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. എന്നാൽ ഒരുപാട് നനഞ്ഞു പോകും വേണ്ട. ഈ ഒരു കേക്ക് ഞാൻ മാംഗോ ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു മാംഗോ ക്രഷ് എടുത്തിട്ടുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂൺ ഈ സമയത്ത് ആക്കി കൊടുക്കുക. ഒരുപാട് കൂടുതൽ വേണ്ട കേട്ടോ. കാരണം ഒരു ക്രീമിനേക്കാളും കൂടുതൽ ടേസ്റ്റ് വേണ്ട. ഒരു ലൈറ്റ് ഫ്ലേവർ ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇടയിൽ കൂടെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും കേക്ക് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇതൊരു ഇത്തിരി ഇങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇത്തിരി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. എന്നിട്ട് അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് അത്യാവശ്യം നനയുന്ന രീതിയിൽ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലയിൽ ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. ക്രീം ഇതുപോലെ ആക്കി കൊടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു വലിയ നോസിലുണ്ടല്ലോ, അതിൻ്റെ നമ്പർ 789 ആണ് കേട്ടോ. വിൽട്ടൻ്റെ ആണ്. ഇടയ്ക്കൊക്കെ കുറച്ച് ആളുകൾ കമൻസിൽ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ ഇതുപോലെ തന്നെ മാംഗോയുടെ ക്രഷും കൊടുക്കുന്നുണ്ട്. ആദ്യം ചെയ്തതുപോലെ തന്നെ അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്ത് ഞാൻ അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് കൂടെ വെച്ച് കൊടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിൻ്റെ സൈഡിലൂടെ വന്നിട്ടുള്ള ക്രീം നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് ഒന്ന് ഇതുപോലെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഒരു ബ്രൗൺ ഭാഗം കേക്ക് കഴിക്കുമ്പം വേണ്ട എന്നുള്ളത് കൊണ്ടാണ്. പ്രശ്നമില്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ കുറച്ച് കൂടുതൽ ബ്രൗൺ ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് കളയുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ക്രീം ഇട്ടിട്ട് നന്നായിട്ട് ഷേപ്പാക്കി എടുത്താൽ മതിയല്ലോ. ഇനി ക്രീം വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രീം എടുത്തിട്ട് ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ട് വേണമെങ്കിൽ രണ്ടാമത്തെ കോട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഒന്നിച്ചങ്ങ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ മേലേക്ക് വേറെ ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോട്ട് ഒരുപാട് ഫിനിഷിങ്ങിൽ ഒരുപാട് ക്രീം ഇട്ട് ചെയ്യേണ്ട, ഒരു ലൈറ്റ് ക്രീം തന്നെ മതി കേട്ടോ. ഇനി ഒരിത്തിരി വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പീച്ച് കളർ ആക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അത് ഈ കേക്കിൻ്റെ മേൽഭാഗത്ത് മാത്രം കുറച്ച് ആക്കി കൊടുക്കാനാണ് കേട്ടോ. ആ ഒരു സാന്റ ഫേസ് വരുന്ന സമയത്ത് ലൈറ്റായിട്ട് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴേക്കൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ആ മേൽഭാഗത്ത് മാത്രം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ മേൽഭാഗം ഇങ്ങനെ കറക്റ്റ് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ സൈഡിൽ ഈ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ. ലീഫ് നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ നോസിലിൻ്റെ നമ്പർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ക്രീം വേണ്ടി വരും കേട്ടോ. കേക്കിലേക്ക് അത്യാവശ്യം ക്രീം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ ഒരുപാട് ക്രീം ഇട്ടിട്ട് മുഴുവനായിട്ട് കവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒരു ക്രം കോട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ക്രീം കൊടുക്കുമ്പോൾ അത്യാവശ്യം ക്രീം ആയിക്കോളുമല്ലോ.
അപ്പോൾ ഇതാ ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും മുഴുവനായിട്ട് ഇതുപോലെ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് ഒരു നൈഫോ ഒരു സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒരു അടയാളം ഇട്ട് കൊടുക്കുക. നമുക്ക് ആ മേൽഭാഗത്ത് തൊപ്പിയുടെ ഭാഗം നല്ല റെഡ് കളറിൽ കിട്ടാൻ ഒരു ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്കാട്ട് വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു വര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അടയാളത്തിന് വേണ്ടിയിട്ട്, നമുക്ക് ബാക്കി ഭാഗത്തേക്ക് താടി വരയ്ക്കാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇനി ഞാൻ വലിയൊരു നോസിലാണ് എടുത്തിട്ടുള്ളത്, നമ്പർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് ജസ്റ്റ് താടി പോലെ അങ്ങനെ ഏകദേശം തോന്നുന്ന രീതിയിൽ ഏത് ഡിസൈൻ ജസ്റ്റ് ചുറ്റിക്കാനാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഭാഗത്ത് നമ്മൾ എടുക്കുന്ന നോസിലിൻ്റെ വലിപ്പവും ഒക്കെ നോക്കുമ്പോൾ ക്രീമിൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരും, കാരണം ഇവിടെ കുറച്ച് ക്രീം വേണമല്ലോ മുഴുവനായിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കാൻ. അപ്പം എല്ലാ ഭാഗത്തും ഗ്യാപ്പില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്നത് ഇതുപോലെ തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി വിപ്പിംഗ് ക്രീമിൽ തന്നെ ചെറിയൊരു നോസിൽ ഇട്ട് കൊടുത്ത് നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ഒരു ബോർഡർ ഉണ്ടല്ലോ അതിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. നമ്പർ 32 ആണ്. അത് മുഴുവനായിട്ട് വേണ്ട കേട്ടോ, അവിടെ പകുതി വരെ മതിയാകും. അതിൻ്റെ അടുത്തും അതേ അളവിൽ തന്നെ ഒരു വൈറ്റ് ബോർഡറും കൂടെ ചെറുത് തന്നെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ നല്ല റെഡ് കളർ ആക്കിയിട്ട് സെയിം അത് 32 നോസിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൽ മുഴുവനായിട്ട് എൻഡ് വരെ കൊടുക്കുക, ബാക്കിയുള്ള 2 ലൈനും അതുപോലെ തന്നെ കൊടുക്കുക. ആ തൊപ്പി ഇങ്ങനെ വളഞ്ഞു വരുന്ന ഒരു ഭാഗം കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കേക്ക് മുഴുവനായി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. എന്നിട്ട് ഇത് ബാക്കി വരുന്ന ഭാഗത്ത് കംപ്ലീറ്റ് തൊപ്പി കവർ ചെയ്യുന്ന രീതിയിൽ ഈ റെഡ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഗ്യാപ്പില്ലാതെ ഇതുപോലെ തന്നെ ക്രീം മുഴുവനായിട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിനേക്കാൾ ചെറിയ നോസിൽ വേണമെങ്കിൽ ചെറുത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ഡോട്ട് മതിയെങ്കിൽ അങ്ങനെ ആയാലും മതി. ആ ഒരു സൈഡ് ഭാഗത്തേക്കൊക്കെ ഒന്ന് കൊടുത്തോട്ടെ, തൊപ്പി ഒരു ഇത്തിരി ഇറങ്ങിയിരിക്കുന്ന റെഡ് കളർ രീതിയിൽ ഈ ഒരു എൻഡിലും കൂടെ ഇങ്ങനെ തന്നെ കൊടുക്കാം. ഈ റെഡ് വെച്ചിട്ട് തന്നെ താഴേക്ക് ഒരു വരി കൂടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് വൈറ്റ് വെച്ചിട്ട് അതിൻ്റെ ബോർഡർ വൈറ്റിൽ ഫിനിഷ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു കണ്ണും മൂക്കൊക്കെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ സ്ക്വയർ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ പുരുകത്തിൻ്റെ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കാം, നിർബന്ധമല്ല കേട്ടോ. ആ ഒരു ക്രീം വെച്ചിട്ട് തന്നെ ജസ്റ്റ് അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുത്താലും മതി. ആ ഒരു നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള 32 നോസിൽ വെച്ചിട്ട് തന്നെ, നോസിൽ മാറ്റിയിട്ടൊന്നുമില്ല, അത് വെച്ചിട്ട് പുരുകം സിമ്പിളായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ കണ്ണിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ബ്ലാക്ക് ചോക്ലേറ്റ് ഗനാഷാണ് എടുത്തിട്ടുള്ളത്, അതിന് പകരം ചോക്ലേറ്റ് ചിപ്സ് ആയാലും മതി. പിന്നെ അതുപോലെ തന്നെ മൂക്ക് വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ തൊപ്പിയുടെ ഈ ഭാഗത്ത് ചെറിയൊരു ഉണ്ട കാണില്ല, അപ്പോൾ അതുപോലെ വിപ്പിംഗ് ക്രീം കുറച്ച് വലുതാക്കി പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ തൊപ്പിയിലൊരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു ഇത്തിരി പച്ച കളറും കൂടെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിൽ നല്ലൊരു ഭംഗിയല്ല തൊപ്പിയിൽ ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ കേക്ക് കളർഫുൾ ആക്കണമെങ്കിൽ താഴെ ഇതുപോലെ ചെറിയ ബോർഡർ കൊടുക്കുക, മുഴുവനായിട്ട് കൊടുക്കുന്നില്ല, ഇടയ്ക്ക് ഇങ്ങനെ പച്ച ചെറുതൊന്ന് കുത്തി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ഇതുപോലെ തന്നെ റെഡ് നമ്മൾ എടുത്തിട്ടുള്ള സെയിം നോസിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നോസിൽ ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയുള്ള പരിപാടി, നമ്മുടെ സാൻഡ റെഡി ആയിട്ടുണ്ട്. ഇനി മീശ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ നോസിൽ വെച്ചിട്ടൊന്ന് സൈഡിലേക്ക് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ കേക്ക് ഐസിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1-2 മണിക്കൂറൊക്കെ നന്നായിട്ട് തണുത്ത് സെറ്റായതിനു ശേഷം മാത്രം മുറിച്ച് കഴിക്കുമ്പോഴേക്കും കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. ചെറിയൊരു തീം കേക്ക് അത്രയേ ഉള്ളൂ, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള തീം കേക്കൊന്നല്ല, എന്നാലും ഒരു ക്രിസ്മസ് സ്പെഷ്യലൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊക്കെ ഒന്ന് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് ക്രിസ്മസ് ഒക്കെ ഷെയർ ആക്കുക. അപ്പോൾ ഇനി എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ.